Hi all. ഇനി നമുക്ക് ഷേപ്പ് ടൂൾസിനെ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ഷേപ്പ് എഡിറ്റിംഗ് ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ നമുക്കിവിടെ രണ്ട് ഷേപ്പ് എഡിറ്റിംഗ് ടൂൾസ് ആണ് വരുന്നത്. അത് ഈ ഷേപ്പ് ടൂളിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ആ ടൂളുകൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഒന്ന് പാത്ത് സെലക്ഷൻ ടൂൾ എന്ന് പറയും, വേറൊന്ന് എന്താണ് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ഇങ്ങനെ രണ്ട് ഷേപ്പ് എഡിറ്റിംഗ് ടൂളുകളാണ് നമുക്കിവിടെ ഉള്ളത്. രണ്ടിന്റെയും ഷോർട്ട് കട്ട് എന്താണ്? എ തന്നെയാണ് രണ്ടിന്റെയും ഷോർട്ട് കട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന ടൂൾ ഏതാണ്? പാത്ത് സെലക്ഷൻ ടൂൾ ആണ് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. സോ പാത്ത് സെലക്ഷൻ ടൂളിന്റെ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാവും എന്തായിരിക്കും പാത്ത് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. അതായത് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത ശേഷം അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പാത്ത് സെലക്ഷൻ ടൂൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു പാത്ത് ഉണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഈ ലെയർ ഞാനൊന്ന് ഹൈഡ് ചെയ്തിടുവാണ്. അതിനുശേഷം ഞാൻ പെൻ ടൂൾ വെച്ച് തന്നെ ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാം. സോ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട എന്നോർത്താണ് ഞാൻ പെൻ ടൂൾ വെച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ പാത്ത് സെലക്ഷൻ ടൂളിന്റെ യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാത്തിനെ സെലക്ട് ചെയ്യാനും മൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പാത്ത് സെലക്ഷൻ ടൂള് യൂസ് ചെയ്യുന്നത്. അതായത് by using this tool we can easily select and displace the selected path from one place to another. സോ അതായത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു പാത്ത് ഉണ്ട്. ദെൻ ആ പാത്തിനെ നമുക്ക് പാത്ത് സെലക്ഷൻ ടൂൾ വെച്ച് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. കാരണം നമ്മൾ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത ശേഷം ആ പാത്തിനെ നമുക്ക് ഒരിക്കലും മൂവ് ടൂൾ വെച്ച് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അത് വെച്ച് സെലക്ട് ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. സോ ആ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിക്കോണം. കാരണം പാത്ത് സെലക്ട് ചെയ്യാനും പാത്ത് മൂവ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ടൂൾ അവരെ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ ടൂളാണ് എന്ത്? പാത്ത് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഈ പാത്ത് സെലക്ഷൻ ടൂൾ എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? പാത്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. കണ്ടോ, ആ ഒരു പാത്ത് സെലക്ഷൻ ടൂൾ മൂവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പാത്ത് മൂവ് ചെയ്ത് വരുന്നത് കണ്ടോ? സോ അതാണ് എന്ത്? പാത്ത് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടൂൾ പഠിക്കാം, ഡയറക്റ്റ് സെലക്ഷൻ ടൂള്. രണ്ടിന്റെയും ഷോർട്ട് കട്ട് എന്താണ്? എ തന്നെയാണ്. സോ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു പാത്തിനകത്തുള്ള ആങ്കർ പോയിന്റുകളെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫോർ എഡിറ്റിംഗ് ദി സെലക്ടഡ് പാത്ത് ബൈ സെലക്ടിംഗ് ദി ആങ്കർ പോയിന്റ്സ്. അതായത് ഒരു പാത്തിനകത്തുള്ള ആങ്കർ പോയിന്റുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പാത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? എഡിറ്റ് ചെയ്യുന്നത് അല്ലേ? അതായത് നമ്മളൊരു ആങ്കർ പോയിന്റ് പെൻ ടൂൾ വെച്ച് എങ്ങനെയാണോ ആഡ് ചെയ്യുന്നത് ആ ഷേപ്പിനെ ഫോളോ ചെയ്തിട്ടല്ലേ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പൊ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത പാത്ത് ഇങ്ങനെ വരാൻ കാരണം എന്താണ്? ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആങ്കർ പോയിന്റ് ആഡ് ചെയ്ത് പോയേക്കുന്നത്. സോ ഞാൻ ഇതിന്റെ ആങ്കർ പോയിന്റിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും ആ പാത്തിന്റെ എൻറ്റയർ ഷേപ്പിന് വ്യത്യാസം വരുന്നുണ്ട് അല്ലെ? ആ ഷേപ്പ് മൊത്തം മാറി പോകുന്നുണ്ടല്ലോ. അതായത് ഞാൻ ഇവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഈ പാത്തിന്റെ ഒരു ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഷേപ്പ് മാറിയില്ലേ? സോ നമ്മൾ ആദ്യമേ കണ്ട ഷേപ്പ് ആയിരുന്നു അതിന്? അല്ല. സോ ആങ്കർ പോയിന്റിന് എന്ത് ചേഞ്ച് വരുന്നോ അത് ആ ഷേപ്പിനെ എപ്പോഴും എഫക്ട് ചെയ്യും. പാത്ത് ക്രിയേറ്റ് ചെയ്ത ശേഷം ആ പാത്തിനകത്തുള്ള ആങ്കർ പോയിന്റിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പാത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ പാത്ത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? അതിനകത്തുള്ള ആങ്കർ പോയിന്റുകൾ കിട്ടും. ദെൻ ആ ആങ്കർ പോയിന്റിൽ ഏതാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മൂവ് ചെയ്ത് മാറ്റി വെക്കേണ്ടത്, സോ ആ ഒരു ആങ്കർ പോയിന്റ് എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, എന്നിട്ട് മൂവ് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ കണ്ടോ അതിന്റെ കൂടെ തന്നെ മൂവ് ആയി വരുന്നത് കണ്ടോ? സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആങ്കർ പോയിന്റിനെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. നമ്മൾ ഫസ്റ്റ് പെൻ ടൂൾ വെച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പ്രോപ്പർ ഷേപ്പ് കിട്ടണം എന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? പെൻ ടൂൾ വെച്ച് പാത്ത് ക്രിയേറ്റ് ചെയ്യും. പാത്ത് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ പാത്തിനകത്തുള്ള ആങ്കർ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലുള്ള ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് നമ്മൾ അതിനെ ഡിസ്പ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മുടെ കൺട്രോൾ ഹാൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ടാൻജന്റ് ഹാൻഡിൽ കിട്ടും. അത് വെച്ച് കൺട്രോൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പാത്തിന്റെ കർവച്ചർ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഡയറക്റ്റ് സെലക്ഷൻ ടൂളിന്റെ യൂസ് എന്ന് പറയുന്നത്, സോ നമ്മളിപ്പോൾ ഇവിടെ രണ്ട് ടൂളുകൾ പഠിച്ചു. ഏതൊക്കെ ടൂളുകളാണ്? പാത്ത് സെലക്ഷൻ ടൂൾ ആൻഡ് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ഇത് രണ്ടും നമ്മൾ പാത്ത് ക്രിയേറ്റ് ചെയ്ത് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടൂളാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇത് ചെയ്ത് നോക്കുക. സോ ഇതിനകത്ത് ഞാൻ പ്രാക്ടീസ് സെക്ഷൻ ഒന്നും തരുന്നില്ല. മീൻസ് നിങ്ങൾക്ക് ഓൾറെഡി പെൻ ടൂൾ വെച്ച് ഒരു പ്രാക്ടീസ് സെക്ഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം നിങ്ങൾ ആ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾ ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ അല്ലെങ്കിൽ
പാത്ത് സെലക്ഷൻ ടൂൾ നിങ്ങൾ യൂസ് ചെയ്ത് പഠിച്ചാൽ മതിയാവും. ഇത്രയുമാണ് നമ്മുടെ പാത്ത് എഡിറ്റിംഗ് അല്ലെങ്കിൽ ഷേപ്പ് എഡിറ്റിംഗ് ടൂൾസിനകത്ത് വരുന്നത്. സോ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പ്രാക്ടീസ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്